कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु मातः समस्त जगतां मधुकैटभारे वक्षो विहारिणि मनोहर दिव्यमूर्ते श्रीस्वामिनि श्रुत जनप्रियदानशीले श्रीवेङ्कटेश दयिते तव सुप्रभातम् मातः समस्त जगतां मधुकैटभारे वक्षो विहारिणि मनोहर दिव्यमूर्ते श्रीस्वामिनि श्रुत जनप्रियदानशीले श्रीवेङ्कटेश दयिते तव सुप्रभातम् तव सुप्रभातमरविन्दलोचने भवतु प्रसन्नमुखचन्द्रमण्डले विधिशङ्करेन्द्रवनिताभिरर्चिते वृषशैलनाथ दयिते दयानिधे अत्र्यादिसप्तऋषयः समुपास्य सन्ध्याम् आकाशसिन्धुकमला കൃഷ്ണ ഗുരുവായൂരപ്പ. അച്ചു, അമ്മു, മക്കളെ കഴിക്കാൻ വാ. അവർക്കിതൊന്നും വേണ്ട. എനിക്ക് വയ്യ, ഞാൻ കുറെ വിളിച്ചു മടുത്തു. സുഖോട്ടൻ തന്നെ ചെന്ന് വിളിക്ക്. എന്താ കാര്യം? അവർക്ക് ന്യൂഡിൽസേ ഇറങ്ങോളൂ പോലും, അതും അല്ലെങ്കിൽ കോൺഫ്ലെക്സ്. അപ്പവും ദോശയൊക്കെ കാണുമ്പോ ഛർദിക്കാൻ വരുന്ന മുഖം രണ്ടെണ്ണത്തിനും. കുട്ടികളല്ലേ ശോഭേ, കുറെയൊക്കെ അങ്ങ് കണ്ടില്ല എന്ന് നടിച്ചേക്കണം. വല്ലപ്പോഴൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പൊ ഇത്തിരി കൂടുതലാ. അതുകൊണ്ട് കഴിക്കുന്നില്ലേ കഴിക്കണ്ട. ഒരു ദിവസമൊക്കെ വിശം തരുന്നോട്ടെ, അപ്പൊ പഠിച്ചോളും. നീ പറഞ്ഞത് ശരിയാ. അപ്പുറത്തെ പിള്ളേരെ ഇതിനൊക്കെ കാരണം. സുഖമായിട്ടിന് ഇത് ഇത്ര നിസ്സാരമായിട്ട് എടുക്കരുത്. നമ്മുടെ പിള്ളേരെ നമ്മുടെ പിള്ളേരായിട്ട് തന്നെ വളർത്തണം. നമ്മുടെ ഇല്ലായ്മയും കഷ്ടപ്പാടും ഒക്കെ അറിഞ്ഞു വളർത്തിയില്ലെങ്കിലേ അവസാനം പിള്ളേർ കൈവിട്ടു പോവും. ഇതൊക്കെ ഞാൻ അവരോട് പറയാറുള്ളതല്ലേ. പക്ഷെ മാത്യൂസിന്റെ മക്കളുമായിട്ടല്ലേ കൂട്ട്. അവരുടെ രീതികൾ കാണുമ്പം നമ്മുടെ മക്കൾക്ക് ഓരോന്ന് തോന്നും. ഇതൊക്കെ ശരിക്കും മാറണമെങ്കിലേ ആദ്യം ആ കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം. അതെങ്ങനെ പറ്റും? ഒന്നാമത് തൊട്ട അയൽവക്കം, പിന്നെ അവരുടെ കാറിലല്ലേ നമ്മുടെ മക്കളെ ദിവസം സ്കൂളിൽ കൊണ്ടുവിടുന്നത്. ഇന്നത്തെ കാലത്ത് ആര് ചെയ്യൂ ഇതൊക്കെ? ദോഷം പറയരുതല്ലോ. പണക്കാരാണെങ്കിലും ഇത്തിരി മനുഷ്യത്വമൊക്കെ ഉണ്ട് അവർക്ക്. ഞാനിത് പറഞ്ഞു മനസ്സിലാക്കാം, അതല്ലേ എന്നെ കൊണ്ട് പറ്റൂ. പറയുകയല്ല, രണ്ടെണ്ണം പടപടാന്ന് വെച്ചു കൊടുക്കണം, എന്നാലേ പഠിക്കൂ. ആ പറഞ്ഞിരുന്നു ചായ തണുത്തു. നീ ഒന്ന് ചൂടായി കൊണ്ടുപോവാ. അപ്പോഴേക്കും ഞാൻ മക്കളെ വിളിച്ചോണ്ടുവരാം. മക്കളെ, എന്താ കഴിക്കാൻ വരാഞ്ഞേ? ചോദിച്ചത് കേട്ടില്ലേ, എന്താ കഴിക്കാൻ വരാത്തതെന്ന്? എനിക്കപ്പം വേണ്ട. നിനക്കോ? എനിക്കും വേണ്ട. അത് ശരി. എന്നാ ഇന്ന് രണ്ടുപേരും കഴിക്കാതെ സ്കൂളിൽ പോകുന്നില്ല. എന്നാ ഞങ്ങള് പോണില്ല. നീ വണ്ടി പോരുത്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉടുപ്പൊക്കെ വാങ്ങി തരേണ്ടത് അച്ഛനല്ലേ? അച്ഛനോടല്ലാതെ നമ്മൾ ആരോടെ പറയുക? ഓഹോ, തർക്കുത്തരം പറയാനും പഠിച്ചു അല്ലേ? ശരിയാ, എന്റെ മോള് പറഞ്ഞത് ശരിയാ. നിങ്ങൾക്ക് വേണ്ടതൊക്കെ വാങ്ങി തരേണ്ടത് അച്ഛൻ തന്നെയാണ്. അച്ഛനോട് തന്നെയാ ആവശ്യങ്ങളൊക്കെ പറയേണ്ടതും. പക്ഷേ നിങ്ങൾക്ക് ഏത് അളവ് വരെ ആവാം ആ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പുറത്തെ നിമ്മി നിക്കിലും സ്കൂളിലെ മറ്റു കുട്ടികളും കൊണ്ടുവരുന്നല്ലേ നമ്മളും ചോദിക്കുന്നുള്ളൂ. എന്നും ദോശ അപ്പവും കഴിച്ച് മടുത്തു. ഓരോ കുട്ടികൾ എന്തൊക്കെ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാ കഴിക്കണേന്ന് അച്ഛനറിയോ? ഓരോരുത്തർ കൊണ്ടുവരുന്ന സ്നാക്സ്, സ്വീറ്റ്സ്, ഡ്രിങ്ക്സ്, നമുക്കെന്നും കുടിക്കാൻ ചുക്കുവെള്ളം, സ്നാക്സ് ബോക്സിൽ ബിസ്ക്കറ്റോ ചിപ്സോ. ബാക്കി ഞാൻ പറയാം. ആകെ 2-3 ജോഡി യൂണിഫോം മാത്രം, ശരിയല്ലേ? മറ്റു കുട്ടികൾക്ക് മൺഡേ ഷർട്ട്, ട്യൂസ്ഡേ ഷർട്ട്, അങ്ങനെ ഡെയിലി വേറെ വേറെ ഡ്രസ്സുകൾ, സൺഡേ മൺഡേ എന്ന് എഴുതിയ കർച്ചീഫുകൾ, ഓരോ ദിവസവും ഡിഫറെന്റ് സ്നാക്ക് ബോക്സുകൾ. അപ്പൊ അച്ഛനല്ല അറിയാം. എന്നിട്ടാ? അറിയാം, പക്ഷെ നിങ്ങൾക്ക് അതൊന്നും വാങ്ങിച്ചു തരാൻ അച്ഛൻ ആഗ്രഹമില്ല. എന്താ കാര്യം എന്നറിയാമോ?
നമുക്ക് നമ്മുടേതായ ചില ശീലങ്ങളുണ്ട്, ജീവിത രീതികളുണ്ട്. അതേ നമ്മൾ പാലിക്കാവൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അച്ഛൻ ചുമ്മാ പറയുക, അച്ഛൻ പിശുക്കന, അതുകൊണ്ടാണ് നമുക്കൊന്നും വാങ്ങിത്തരാത്തത്. അതെ, അച്ഛൻ പിശുക്കനാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ അറിയണം. അതിനുള്ള പ്രായമൊക്കെ നിങ്ങൾക്കായി. അച്ഛൻ്റെ മാസശമ്പളം മാത്രമാണ് ഒരേ ഒരു വരുമാനം. അതുകൊണ്ട് എല്ലാം ഒപ്പിക്കണമെങ്കിൽ പിശുക്ക് കൂടിയേ കഴിയൂ. എന്നാ പിന്നെ ഉച്ചക്കഞ്ഞ് കിട്ടുന്ന വല്ല സ്കൂളിലാക്കിയാ പോരായിരുന്നോ? മതിയായിരുന്നു. സത്യം പറഞ്ഞാൽ അതിനുള്ള ഗതിയേ എനിക്കുള്ളൂ. പക്ഷേ നേരാവണ്ണം പഠിപ്പിച്ച് നിങ്ങളെയൊക്കെ വലിയ ആളാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതൊരു തെറ്റാണോ? പറ. ഇനി അത് ഞാനൊന്നും പറയുന്നില്ല. ശരി, മക്കൾ രണ്ടുപേരും ചെന്ന് ഭക്ഷണം കഴിക്കാം. പക്ഷെ അച്ഛനെന്ന് നമുക്കൊരു 50 രൂപ തരണം. എന്തിന്? എന്നും ആ നിമ്മി നികിലോ നമുക്ക് എന്തെങ്കിലും വാങ്ങിത്തരുന്നത് നാണക്കേട്. ഇന്ന് അവർക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കണം. ശരി ശരി. വലിയേട്ടൻ തന്നെ ഇവരെ വഷളാക്കുന്നേ. രാധമ്മ ഒന്നും പറയണ്ട. നമുക്കുള്ളതും കൂടെ രാധമ്മ ഷെയർ ചെയ്യണുണ്ടല്ലേ അച്ഛനെ നമുക്കൊന്നും തരാൻ പറ്റാത്തത്. അച്ചു, രാധമായി അച്ഛന്റെ പെങ്ങളല്ലേ. അവക്കിപ്പോ അച്ഛനായിട്ടോ അമ്മയായിട്ടോ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് മക്കൾ അങ്ങനെയൊന്നും പറയരുത്. രാധേ, നീ ഇവരെ വിളിച്ചോണ്ട് ഭക്ഷണം കൊടുക്ക്. വാ. രാധേ, വലിയേട്ടാ ഞാൻ ഇറങ്ങുന്നു. രാധേ, നീ എന്തോ ഒരു ബുക്ക് വാങ്ങിക്കുന്ന കാര്യം ഇന്നലെ പറഞ്ഞിരുന്നില്ലേ? അതെ ഏട്ടാ. അതിനിപ്പോ 1-ാം തീയതി കഴിഞ്ഞിട്ട് പോരെ? അത് മതി. ആ, ശോഭേ, മക്കൾ എന്ന് പറഞ്ഞത് രാധയ്ക്ക് വിഷമമായി കാണും. അവളും എല്ലാം പറഞ്ഞോ? ഇല്ല. കുട്ടികളുടെ ഒരു വർത്താനമൊക്കെ കേട്ടാ വലിയ ആൾക്കാരായി പോയി അവരൊന്ന് തോന്നും. ഇപ്പോഴത്തെ കാലമല്ലേ. ശരിയാ, എനിക്കൊക്കെ മീശ മുളച്ചിട്ടും അച്ഛന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പേടിയായിരുന്നു. സത്യം പറഞ്ഞ ഒന്നും ചോദിച്ചു വാങ്ങിച്ചിട്ടില്ല ഇന്ന് വരെ. അച്ഛൻ പറഞ്ഞൊരു പഴഞ്ചൊല്ല് ചെറുപ്പത്തിലേ മനപ്പാടമാക്കിയിരുന്നു: കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂന്ന്. കുട്ടികളുടെ രീതികളില് സുഖമായിട്ട് നല്ല വിഷമമുണ്ടല്ലേ? ഉണ്ട്. അവരെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. നീ നോക്കിക്കോ, ഞാൻ അവരെ എന്റെ മക്കളായിട്ട് തന്നെ വളർത്തും. വേണം. എനിക്കിപ്പോഴേ പേടിയാ. ഇങ്ങനെയൊക്കെ വളർന്ന അവര് കൈവിട്ടു പോവും. ഒടുവിൽ വല്ല വൃദ്ധസദനത്തിലും കിടന്ന് ചാവാനാവും നമ്മുടെ വിധി. ഇപ്പൊ പ്രായം ചെന്ന ഒട്ടുമിക്ക അച്ഛനമ്മമാരുടെയും ഗതി അതാണല്ലോ. അതിന്റെ കാര്യം വേറൊന്നുമല്ല, കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അറിയിക്കാതെ സ്വന്തം മുണ്ട് മുറുക്കി കൊടുത്ത് അവരെ വളർത്തി വലുതാക്കും. അമ്മയുടെ അച്ഛൻ്റെയും ജീവിത രീതികളോടും ഇഷ്ടങ്ങളോടും ശൈലിയോടും ഒക്കെ അപ്പോൾ അവർക്ക് പുച്ഛം തോന്നും. അപ്പോഴേക്കും കറവ് പറ്റിയ പശുക്കളായി കഴിഞ്ഞിരിക്കും ആ പാവങ്ങൾ. പിന്നെ അവരെ കൊല്ലാനല്ലാതെ വളർത്താൻ ആരാ മെനക്കെടുക? സുഖേട്ട പോവാൻ നേരാവുന്നു. ശരിയാ, ഇന്നിത്തിരി നേരത്തെ പോണം. ബസ്സിൽ പോവാം, സ്കൂട്ടർ എടുക്കുന്നില്ല. പെട്രോൾ അടിക്കാൻ ഒന്നും ഉണ്ടാവില്ല കയ്യിലല്ലേ? എനിക്കറിയാം. കയ്യിലുണ്ടായിരുന്ന 50 രൂപ പിള്ളേർക്ക് കൊടുത്തു. എന്തിനാ കൊടുത്തത്? ഇല്ലെന്നങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? വാശി പിടിച്ച 2 എണ്ണം കൊടുക്കണം. അടിച്ചു വളർത്തിയിട്ട് കാര്യമില്ല ശോഭേ. ഇതുവരെ ഞാൻ അവരുടെ ദേഹത്ത് തൊട്ടിട്ടുണ്ടോ? ഇല്ല. ആദ്യം തെളിക്കുന്ന വഴിയെ പോകുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ പോകുന്ന വഴി ഏതെന്ന് മനസ്സിലാക്കണം. അത് ശരിയല്ലെങ്കിൽ അവർക്ക് സ്വയം മനസ്സിലാക്കാൻ നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ പിന്നെ ഒരിക്കലും ആ തെറ്റായ വഴിയിലൂടെ അവർ നടക്കില്ല. അതാണ് എന്റെ രീതി. ഇതൊക്കെ നമ്മുടെ മക്കളുടെ തലയിൽ കയറുമെന്ന് എനിക്ക് തോന്നണില്ല. നോക്കട്ടെ, തൽക്കാലം അവരേതുവരെ പോകും നോക്കാമല്ലോ. അതൊക്കെ സുഖേട്ടന്റെ ഇഷ്ടം. പിന്നെ സ്കൂട്ടർ എടുത്ത് പോയാ മതി. അല്ല, അത് അതിനുള്ള ചില്ലറൊക്കെ എന്റെ കൈ കാണും. ഞാനങ്ങനെ വല്ലതും കരുതി വെക്കുന്നുണ്ടല്ലേ മാസം അവസാനം ഇതുപോലെ തട്ടിമുട്ടി പോകുന്നേ. നിന്റെ കയ്യിലുള്ളത് എടുക്കണ്ട. എന്തൊക്കെയോ സാധനം വാങ്ങാനുണ്ടെന്ന് ഇന്നലെ നീ എന്റെ അടുത്ത് പറഞ്ഞില്ലേ? അതൊക്കെ ഞാൻ വാങ്ങിക്കോളാം. ഒരു 100-350 രൂപയൊക്കെ എന്റെ കൈ കാണും. എന്താ ശശി, നാളെയല്ലേ 1-ാം തീയതി? അത് ശരിയാ. പക്ഷേ ഇന്നേ എല്ലാവരും റൗണ്ട് കറങ്ങി ഓർമ്മിച്ചില്ലെങ്കിൽ നാളെ കളക്ഷൻ ഫുള്ളായിട്ട് കിട്ടൂല. അപ്പോ ശരിക്കും ശശി ഫുൾ ബ്ലൈഡ് മുതലാളി ആയി അല്ലേ? ജീവിക്കണ്ട സാറേ. 5 പൈസ കൈക്കൂലി കിട്ടാത്ത ഈ ആഫീസിൽ പ്യൂണായിട്ടിരുന്നിട്ട് എന്ത് കാര്യം? ഇപ്പൊ പിന്നെ തനിക്ക് സമാധാനമായല്ലോ. ഡെപ്യൂട്ടേഷൻ ചുളുവിൽ ഒപ്പിച്ചില്ലേ? ചുളിവിലൊന്നുമല്ല, അതിനൊക്കെ കാശ് അങ്ങോട്ട് എറിഞ്ഞിട്ടാ. പണം കൊടുത്താ ഇവിടെ നടക്കാത്തതായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, പണത്തിനിപ്പോ ശശിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. സാറ് പറഞ്ഞാൽ ശരിയാ.
കൈക്കൂലിയായിട്ടും പലിശയായിട്ടും ഇപ്പോൾ സാമാന്യം നല്ല വരുമാനമുണ്ട്. ജീവിക്കണമെങ്കിൽ അന്തസ്സായിട്ട് ജീവിക്കണം സാറേ, അതാണ് എൻ്റെ പോളിസി. ഉള്ള കാലം ആടിച്ച് പൊളിച്ച് ജീവിക്കണം, അല്ലാതെ സാറിനെ പോലെ ഒതുങ്ങിക്കൂടി ഉള്ളതുകൊണ്ട് ഓണം എന്ന് പറഞ്ഞിരിക്കുക എന്നെ കിട്ടൂല. ഇപ്പം തന്നെ എന്നെ കണ്ടപ്പോൾ സാറിൻ്റെ ചങ്കിടിപ്പ് കൂടിയില്ലേ? കഴിഞ്ഞ മാസം എൻ്റെ നിന്ന് വാങ്ങിച്ച 500 രൂപ നാളെ എങ്ങനെ തരണമെന്നുള്ളതിനെ പറ്റിയല്ലേ സാർ ചിന്തിച്ചത്? എനിക്കറിയാം സാറേ, സാറിന് എത്ര കിട്ടുമെന്നും എത്ര ചിലവുണ്ട് എന്നൊക്കെ. കഴിഞ്ഞ മാസം കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ വേണ്ടി സാറിന് കടം വാങ്ങിച്ചില്ലേ? ഇനി നാളെ എനിക്കത് തന്നു കഴിഞ്ഞ് അടുത്ത മാസം സാർ പിന്നെയും കടം വാങ്ങും. ഇതൊക്കെ അറിയാമെന്ന് വെച്ച് നാളെ സാറിൻ്റെ നിന്ന് കാശ് വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? തന്ന പണത്തിൻ്റെ പലിശ വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ സാറേ നാളെ 500 രൂപയും പലിശയും. ഓക്കെ ശരി. തേച്ച് വെച്ച ഷർട്ട് അത്രയും ഉടഞ്ഞു. കുട്ടികൾ വരാറായല്ലോ, വന്നിട്ട് അവരെയും കൂട്ടി പോയാ പോരെ? എനിക്ക് നേരത്തെ ക്ലബിൽ ചെന്നിട്ട് കാര്യമുണ്ട്. നീ കുട്ടികളെയും കൂട്ടി അങ്ങ് വന്നാൽ മതി. പക്ഷേ ഞാൻ ഇന്നൊരു ഷോപ്പിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചതാ. അപ്പുറത്തെ ഷോപ്പിംഗ് കൂട്ടിയിട്ടുണ്ട് ഒരു കമ്പനിക്ക്. സൂപ്പർ മാർക്കറ്റിൽ നിന്റെ കൂടെ വന്നിട്ട് അവരെന്ത് ചെയ്യാനാ? വെറുതെ പിള്ളേരെയും കൂട്ടി ഒരു കറക്കം. അതിന് മക്കളിന്ന് ടെന്നീസ് കളിക്കാൻ പോകുന്ന ദിവസമല്ലേ? അതെ, അവരിപ്പം എത്തുമല്ലോ. ഞാൻ അവരെയും കൂട്ടി ക്ലബിൽ വരും. കുട്ടികൾ ടെന്നീസ് കളിക്കും. ഞാൻ പിന്നെ അതിനിടയിൽ 1 മണിക്കൂർ സ്വിമ്മിംഗ് പൂളിൽ ചെലവഴിക്കും. പിന്നെ ലൈറ്റായിട്ട് ഡിന്നറും കഴിച്ച് നേരത്തെ ഇഞ്ഞു പോരും. അത് കഴിഞ്ഞ് മതിയല്ലോ ഷോപ്പിങ്. നീ ഏതായാലും സ്വിമ്മിങ്ങിന് പോകാൻ തീരുമാനിച്ചത് നന്നായി. നീ ഒന്ന് സ്ലിമ്മായതിനു ശേഷം വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. ഫോണിങ് എടുത്തേ. ഈ പറയുന്ന ആള് ഭയങ്കര സ്ലിം അല്ലേ? എടി, നീ പറയുന്നത് പോലൊന്നും അല്ല. ആണുങ്ങളായാൽ ഇത്രയൊക്കെ തടി വേണം. പക്ഷെ സ്ത്രീകൾ സ്ലിമ്മായിരിക്കുന്നതാണ് ബെറ്റർ. ചില ചാനലുകൾ കണ്ടു നോക്ക്, നിന്റെ പാതിയുള്ളവരെ പോലും അവിടെ അടുപ്പിക്കത്തില്ല. അപ്പോ രാത്രി മുഴുവൻ കണക്ക് നോക്കുകയാണെന്നും പറഞ്ഞ് അത് കാണലാ പണി അല്ലേ? അതിനെന്താ കുഴപ്പം? ടി വി എന്ന് പറഞ്ഞാൽ വാർത്ത കേൾക്കാനുള്ള ഒരു സാധനമാണെന്ന് വിചാരിച്ച് ഞാൻ അത് മാത്രം കണ്ടോണ്ടിരിക്കണോ? അപ്പുറത്തെ സുകുമാരനെ പോലെ. അങ്ങനെ വേറും ഒരു കൺട്രി, ഒരു മാസ ശമ്പളക്കാരൻ. മത്തായിച്ചൻ അങ്ങനെയാണോ? മത്തായിച്ചൻ എല്ലാ കാര്യത്തിലും മോഡേൺ ആയിരിക്കുന്നോ എനിക്കിഷ്ടം. നീ മോഡേൺ ആകുന്നതിനും ചെലവ്, തടി കൂട്ടുന്നതിനും ചെലവ്, ഉറയ്ക്കുന്നതിനും ചെലവ്. എല്ലാം എന്റെ പെടലിയിലാണല്ലോ ഈശോയേ. അല്ല, അതിനിടയിൽ നീ പിണങ്ങിയോ? എനിക്ക് നന്നായിട്ട് വേദനിച്ചു കേട്ടോ. അതൊക്കെ ഒരു റൗണ്ട് നീന്തുമ്പോ അങ്ങ് ശരിയാവുന്നേ. ഞങ്ങൾ പോയിട്ട് ഇപ്പൊ വരാം. ഇന്ന് കളിക്കാൻ ഇങ്ങോട്ട് വരണ്ട. ഇന്ന് ഔട്ടിംഗ് അല്ലേ? അല്ല, ഇന്ന് ടെന്നീസ് കോച്ചിങ് ഉണ്ട്. പോയില്ലെങ്കിൽ മമ്മി ഡാഡി ശരിയാക്കും. പെർ ഹെഡ് 3000 രൂപ ക്ലബിൽ അടച്ചേക്കുന്നത്. ഞങ്ങളും കൂടെ വരട്ടെ കളിക്കാൻ. ക്ലബിൽ മെമ്പർഷിപ്പ് ഇല്ലാത്തവരെ കയറ്റില്ല. ഞാൻ അച്ഛനോട് പറയാം മെമ്പർഷിപ്പ് എടുക്കാൻ. അതിന് നിങ്ങളുടെ ഡാഡിയുടെ കയ്യിൽ കാശുണ്ടോ? ഞങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. എത്ര രൂപ വേണ്ടേ? 3 lakhs. അത് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? എന്നാ നമുക്ക് ഒരുമിച്ച് പോകാം. അത്രയും കാശ് ഏതായാലും കിട്ടില്ല. Then see you tomorrow. നാളെ അല്ല, ഇന്ന് തന്നെ നമ്മൾ കാണും. അച്ഛനെയും അമ്മൂനെയും നിങ്ങളുടെ അമ്മയും കൂട്ടി നമ്മൾ ഇന്ന് ഷോപ്പിങ്ങിന് പോകും. നിമ്മയും നിഖിലും ക്ലബിൽ നിന്ന് വന്ന ശേഷം. ശരി, എന്നാ പോയിട്ട് വരാം. ശരി ആന്റി. വാ മക്കളെ. ഇതാ. ഇതാ ചാൻസ്. നമുക്ക് കുറെ സാധനങ്ങൾ എടുക്കാം. നിഖിലിന്റെ മമ്മിയുടെ മുമ്പിൽ വെച്ച് നാണം കേടാതിരിക്കാൻ അമ്മ കാശ് കൊടുത്തു. ഐഡിയ. എന്തായി കാണിക്കുന്നേ? പ്ലീസ് അമ്മ. ഒരു പ്ലീസും ഇല്ല. അവരെ കണ്ടില്ലേ? നമ്മളും അവരെ പോലെയല്ലേ? അല്ല, നിങ്ങളുടെ അച്ഛൻ അവരെ അച്ഛനെ പോലെ വലിയ ബിസിനസ് ഒന്നും അല്ല പണി. മാസാമാസം കിട്ടുന്ന ശമ്പളം കൊണ്ടാ നമ്മൾ ജീവിക്കണേ. ആ ഓർമ്മ വേണം. അവര് ഓരോ സാധനങ്ങളെ പറ്റി ചോദിക്കുമ്പോ നമ്മൾ അത് കണ്ടിട്ട് പോലും ഇല്ലെന്ന് പറയുന്ന നാണക്കേടാ. അമ്മേ, നമ്മൾ ഒരുപാട് ഒന്നും എടുക്കില്ല. എല്ലാത്തിനും ഒരെണ്ണം പ്ലീസ്. വേണ്ട, മര്യാദയ്ക്ക് ഇവിടെ നിന്നു.
എടുത്തോ എടുത്തോ. കൊമ്പൻ. ഇതെന്താ 2 ബില്ല്? കുട്ടികൾ കൊണ്ടുവന്നതിന്റെ ബില്ല് അവർ പുറത്തുണ്ട്. അയ്യോ, ഇതൊന്നും വേണ്ട. സോറി മാഡം, ബില്ലടിച്ചു പോയി. പക്ഷെ അതിന് തരാൻ കാശില്ല. എന്താ മാഡം ഈ പറയുന്നത്? മാനേഴ്സ് ഇല്ലാതെ. എന്താ പ്രോബ്ലം? ഒക്കെ എടുത്തോണ്ട് വന്ന് ബില്ലടിച്ചിട്ട് ഇപ്പൊ കാശില്ലാന്ന്. അത് സാരമില്ല. എത്രയായി? 1047. ശോഭയുടെ കയ്യിൽ എത്ര ഉണ്ട്? അത് ഉള്ളതും കൊടുക്ക്, ബാക്കി ഞാൻ കൊടുത്തോളാം. 300 രൂപ ഉണ്ട്. ഇത് പാക്ക് ചെയ്ത് കൊടുക്ക്. നിന്നോടൊക്കെ പറഞ്ഞല്ലോ ഒന്നും എടുക്കരുതെന്ന്. എന്നെ നാണം കെടുത്താൻ. അതൊക്കെ ഇന്നത്തോടെ മാറി നിൽക്കടി. പറഞ്ഞതാ വേണ്ട വേണ്ട. നീ എന്റെ തല കയറുക. 1-2 രൂപയുടെ കടമല്ലേ പറ്റി വെച്ചത്. നാണം കെടുത്താൻ. തിന്നടാ. ഇന്നത്തോടെ നിർത്തിക്കോളും നിന്റെ മതി. എന്താ നീ കാണിക്കുന്നത്? മക്കളോട് തന്നെ ചോദിച്ചു നോക്കൂ സുഖേട്ടൻ. ഇനി വാ മോളെ. പോട്ട്, സാരമില്ല സാരമില്ല. എന്നാലും സുഖേട്ടനൊന്നും കഴിക്കാതെ. എനിക്ക് വിശപ്പില്ല. ഞാനവരെ തല്ലിയതില് സുഖേട്ടന് വിഷമമുണ്ടല്ലേ? ആരായാലും തല്ലിപ്പോവും. അതൊന്നുമല്ല ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അവരെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്നാണ്. ഇതോടെ അവരൊന്ന് അടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നേ. ഇല്ല, അവർക്കെന്നല്ല, അവരുടെ പ്രായത്തിലുള്ള ഒരു കുട്ടികൾക്കും ഇത്തരം ആഗ്രഹങ്ങളിൽ നിന്ന് അത്ര എളുപ്പം രക്ഷപ്പെടാനാവില്ല. മുതിർന്നവരുടെ അവസ്ഥയും അങ്ങനെ തന്നെ. ശോഭയ്ക്കറിയോ, കൺസ്യൂമറിസത്തിൻ്റെ ഏറ്റവും വലിയ ഇരയാണ് നമ്മുടെ ഈ കേരളം. നമ്മളൊന്നും ഉണ്ടാക്കുന്നില്ല, എല്ലാം വാങ്ങിച്ചു കൂട്ടുന്നതേ ഉള്ളൂ. കണ്ണുകൾക്കും കാതുകൾക്കും നേരെ വരുന്ന എല്ലാത്തിലുണ്ട് പ്രചോദനങ്ങൾ, വശീകരിക്കുന്ന, അടിമയാക്കാൻ പോകുന്ന പരസ്യങ്ങൾ. അതിൽ നമ്മളെ വീണു പോകുന്നു. പിന്നെയല്ലേ കുട്ടികൾ. നമ്മുടെ കുട്ടികളെ നമ്മൾ ഒന്നിൻ്റെയും നീരാളിപ്പിടുത്തത്തിന് വിട്ടുകൊടുത്തൂടാ. ശരിയാ, നമുക്കെന്നല്ല ആർക്കും ഇനി ഒറ്റയടിക്ക് ഈ നാട് നന്നാക്കാൻ കഴിയില്ല. പക്ഷേ നമ്മളൊന്ന് വിചാരിച്ചാൽ നമുക്ക് നമ്മുടെ കുട്ടികളെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ ഇനി ഈ നാട്ടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സുഖമായിട്ട് എണീക്ക്, എന്തേലും കഴിക്കാം. പിന്നെ കുട്ടികളെല്ലാം കഴിച്ചോ? രാധ അവരെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. ശരി, ഞാൻ അവരെ നോക്കട്ടെ. രണ്ടാളും ഉറങ്ങിയില്ലേ ഇതുവരെ? ഒരുപാട് വേദനിച്ചു അല്ലേ? സാരമില്ല, അമ്മയുടെ മനസ്സ് ഒരുപാട് വിഷമിച്ചിട്ടാ. നമ്മൾ അത്രയും വലിയ തെറ്റൊന്നും അല്ലല്ലോ ചെയ്ത്, മറ്റുള്ള കുട്ടികളെ പോലെ. അത് തെറ്റ് തന്നെയാണ്. ഞാനിന്ന് രാവിലെയും പറഞ്ഞതല്ലേ, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. മക്കളെ, ഈ അച്ഛന് കിട്ടുന്ന ശമ്പളം മാത്രമേ ഉള്ളൂ ഒരു വരുമാനമായിട്ട്. അച്ഛനൊരു പ്യൂണൊന്നും അല്ലല്ലോ, സൂപ്രണ്ടല്ലേ? ആണ്. മാസാമാസം 8000 രൂപ കൈ കിട്ടുകയും ചെയ്യും. പക്ഷെ ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് ഒന്നിനും തികയില്ല. എന്നാലും അച്ഛനും അമ്മയും അത്യാവശ്യ കാര്യങ്ങൾ അതുകൊണ്ട് നടത്തുന്നില്ലേ? ഇതൊക്കെ അച്ഛൻ പിന്നെയും പറയണ എന്തിനാ? അതിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. എൻ്റെ കുട്ടിക്കാലത്ത് നിങ്ങൾക്കറിയാമോ, 3 നേരം കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങൾ പോലും ഉണ്ടായിരുന്നു. പറമ്പിൽ നിന്ന് കിട്ടുന്ന ചേനയും ചേമ്പും കൊണ്ടുള്ള ഒരു കറിയും പിന്നെ ഒരു ഉപ്പേരിയും. അതാണ് എന്നും ഉണ്ടാവുക. ഞായറാഴ്ച മാത്രമേ മീൻ പോലും ഉണ്ടാകൂ. ദീപാവലിക്ക്, ക്രിസ്മസിന്, അങ്ങനെ വർഷത്തിൽ 1-2 ദിവസങ്ങളിൽ ഇറച്ചി കിട്ടൂ. ആകെ മധുരമുള്ളത് കഴിക്കുന്നത് അമ്പലത്തിൽ എപ്പോഴെങ്കിലും നിവേദ്യത്തിന് കൊടുക്കുന്ന പായസം കിട്ടുമ്പോൾ മാത്രമാണ്.
അതൊക്കെ പണ്ടല്ലേ അച്ഛാ. ഇതൊക്കെ പറഞ്ഞ കൂട്ടുകാർ കളിയാക്കും. അച്ഛൻ അതൊക്കെ അറിയാം. ഇനി ഞാൻ നിങ്ങളെ ഉപദേശിക്കില്ല. അമ്മയെ പോലെ അച്ഛൻ നിങ്ങളെ തല്ലാനും പോകുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ അച്ഛൻ തീരുമാനിച്ചിരിക്കുകയാണ്. അച്ഛൻ വെറുതെ പറയാ. ഇല്ല മക്കളെ, നാളെ മുതൽ ഞാൻ അത് നടപ്പിലാക്കാൻ പോവുകയാണ്. മക്കൾ രണ്ടുപേരും കിടന്ന് ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പേടിച്ചു അച്ഛൻ ഇറങ്ങ്. ഞാൻ എന്തിനാ നിങ്ങളെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് വന്നതെന്ന് അറിയാമോ? ഇല്ല, അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ. പുതിയ ഡ്രസ്സ് വാങ്ങി തരാനായിരിക്കും. ഇന്നലെ അച്ഛൻ പറഞ്ഞില്ലേ ഇന്ന് മുതൽ നമുക്ക് ഇഷ്ടമുള്ള എല്ലാം വാങ്ങി തരാമെന്ന്. ശരിയാ, ഇന്നു മുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ തന്നെ നിങ്ങൾക്ക് ജീവിക്കാം. എന്നാ ഞാൻ പറയട്ടെ, ആദ്യം കേബിൾ കണക്ഷൻ എടുക്കണം, പിന്നെ പുതിയ ഡ്രസ്സ് വാങ്ങണം, അതിനുശേഷം സ്നാക്സും എല്ലാം കണ്ട് ആ നിമ്മി നിഖില് ഞെട്ടണം. ഓക്കെ, എന്ത് വേണമെങ്കിലും ആകാം. പക്ഷേ ഞാനായിട്ടൊന്നും വാങ്ങിച്ചു തരത്തില്ല. അപ്പോ അച്ഛൻ നമ്മളെ പറ്റിക്കായിരുന്നല്ലേ? അല്ല, ഞാനായിട്ടൊന്നും വാങ്ങിച്ചു തരത്തില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആകാം ഒരു മാസത്തേക്ക്. ജസ്റ്റ് ഫോർ 1 month. ഒന്ന് തെളിച്ച് പറ അച്ഛാ. ഇപ്പോൾ നമ്മൾ എൻ്റെ ഓഫീസിലേക്ക് പോകുന്നു. നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ശമ്പളം വാങ്ങിക്കുന്നു. വാങ്ങുന്ന ശമ്പളം അതുപോലെ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു. മുഴുവൻ ശമ്പളോ? അതെ, ഇന്നു മുതൽ ഈ മാസം 30-ാം തീയതി വരെ വീട്ടിലെ സകല കാര്യങ്ങളും ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരുമായിരിക്കും. എന്ത് ചെയ്യണം തീരുമാനിക്കേണ്ട സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടായിരിക്കും. ഞാനോ നിങ്ങളുടെ അമ്മയോ ഒന്നും ചോദ്യം ചെയ്യില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു മാസം നിങ്ങൾ ഓരോരുത്തരും ഗൃഹനാഥന്മാരാവുകയാണ്. നിങ്ങളാണ് വീട്ടു ചെലവുകൾ മുഴുവൻ നടത്തേണ്ടതും നോക്കേണ്ടതും. ഒപ്പം കഴിക്കാൻ ഇഷ്ടമുള്ള എന്തും വാങ്ങിക്കാം. പിന്നെ പറ്റുമെങ്കിൽ എന്തെങ്കിലും കുറച്ച് രൂപ മിച്ചം പിടിക്കും. അതേ ഉള്ളൂ എൻ്റെ ഒരു കണ്ടീഷൻ. നമ്മളൊരു 2000 രൂപ മിച്ചം പിടിക്കാം. അതെ, അതൊന്നും വേണ്ട. എല്ലാം ഭംഗിയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടത്തിയിട്ട് മിനിമം ഒരു 100 രൂപയെങ്കിലും മിച്ചം പിടിച്ചാൽ അച്ഛൻ ഹാപ്പി ആവും. സമ്മതിച്ചു. പിന്നെ നമ്മൾ ഓരോന്ന് വാങ്ങുമ്പോ വേണ്ടതൊന്നും പറയരുത് അച്ഛനും അമ്മയും. ഒരിക്കലും ഇല്ല. എന്നാ നമുക്ക് വേഗം അച്ഛന്റെ ഓഫീസിൽ പോവാം. ഓക്കെ, ഡൺ. ഇന്നെന്താ സാറേ സകുടുംബം പിള്ളേരെയും കൊണ്ട് കറക്കം വല്ലതുണ്ടോ? ശമ്പളം ഞാൻ ഇന്ന് ഇവരെ ഏൽപ്പിക്കാൻ പോവാ. അവരാ ഈ മാസം ഭരണം. അതെ, അങ്ങനെ ആകാമല്ലോ. ഇതാ മക്കളെ, 8000 രൂപയുണ്ട്, പിടിച്ചോ. അയ്യോ, സാറെന്താ ശമ്പളം വാങ്ങിച്ച് പിള്ളേരെ ഏൽപ്പിച്ചത്? എന്നെ പേടിച്ചിട്ടാണോ? എൻ്റെ അടുത്ത് നമ്പർ ഒന്നും ഇറക്കല്ലേ സാറേ. എനിക്ക് തരാനുള്ളത് ഇപ്പം കിട്ടണം. എത്രയാണെന്ന് വെച്ചാൽ ഇവരുടെ അടുത്ത് പറ. ഇവരുടെ ഹലോ, അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് വായ്പയായിട്ട് വാങ്ങിച്ച 500 രൂപയും അതിന്റെ പലിശയും എനിക്ക് ഇപ്പൊ കിട്ടണം. പലിശയോ? അതെന്തിന്? നീ കൊള്ളാലോടാ. അതെ, ഇന്നെന്തായാലും നടക്കൂല. നമുക്കിതുകൊണ്ട് കുറെ കാര്യങ്ങളുണ്ട്. സാറേ, ഈ നമ്പർ ഒന്നും വില പോവില്ല. കാശ് ഇപ്പൊ കിട്ടണം. അങ്കിളെ, ഞങ്ങൾ ഈ മാസം കംപ്ലീറ്റ് മാനേജ് ചെയ്യാൻ പോകുന്നത്. അങ്കിളിന്റെ വാങ്ങിച്ച പൈസ അച്ഛൻ അടുത്ത മാസം തരും. അതല്ലേ അതിന്റെ ശരി അങ്കിളെ. വാ നമുക്ക് പോവാം. അഡ്ജസ്റ്റ് ചെയ്യങ്ങളെ. കുഴപ്പമൊന്നുമില്ല, പക്ഷെ പലിശ ഡബിൾ ആവും. ഓക്കെ, ഡബിൾ എങ്കിൽ ഡബിൾ. സീ യു അങ്കിൾ. അച്ഛവാ. ഇതുപോലെ 2 എണ്ണം ഉണ്ടെങ്കിൽ ഒരു കുടുംബമല്ല, ഒരു രാഷ്ട്രമേ നശിക്കും. പേപ്പർ അമ്മ ഒന്ന് നിന്നേ. പത്രത്തിന്റെ കാശ് വേണ്ടേ? സാധാരണ 10-ാം തീയതി ആണല്ലോ തരാറുള്ളത്. അതുകൊണ്ട് പിന്നെ നേരത്തെ ചോദിച്ചോണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. എത്രയാ? അത് 103 രൂപ 50 പൈസ. 1 മിനിറ്റ് നിന്നേ, പൈസ ഇപ്പൊ തന്നെ തരാം. ചേടാ, ഇതെന്ത് പറ്റി? 2-ാം തീയതി കറക്റ്റാ പൈസ ആയിരുന്ന അപ്പുറത്തെ വീട്ടിലെ മാത്യു സാറ് മാത്രമാണല്ലോ. അല്ല, അതിന് അയാളുടെ കയ്യിലല്ലേ പൈസയുള്ളൂ. ഇതിപ്പോ സുഖു സാറിന് എന്ത് പറ്റി? വല്ല ലോട്ടറി അടിച്ചോ?
അതോ ഓഫീസിൽ വല്ല തിരിമറിയും നടത്തിയോ? ഏയ്, അതായിരിക്കില്ല. കാരണം കിട്ടാത്ത ഓഫീസല്ലേ. ഉം. ഉം. ദാ പിന്നെ നാളെ മുതൽ 2-3 വീക്കിലിയും കൂടെ വേണം. ഏതൊക്കെയാ? ചിൽഡ്രൻസ് മാഗസിൻ 3, ഓ, വുമൻസ് 1. വല്ലതും വായിച്ച അമ്മയും മോഡേൺ ആവണ്ടേ? ആ, ആരാധമായിക്കൊന്നും വേണ്ട. അച്ഛൻ ഏതെങ്കിലും 2 ന്യൂസ് മാഗസിൻ. അപ്പോ സുഗുസാറിനോടൊന്ന് ചോദിക്കണ്ടേ? കഴിഞ്ഞ മാസത്തെ പൈസ ഇപ്പൊ ആരാ തന്നെ? അച്ചുമോൻ. കറക്റ്റ്. അപ്പോ ആ മോൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. എന്താ അഡ്വാൻസ് വല്ലതും വേണോ? അഡ്വാൻസാ? എന്നാ വിട്ടോ. രാവിലെ ടി വിയിൽ ജോത്സ്യര് പറഞ്ഞതേ ഉള്ളൂ, അവിചാരിത ധനാഗമം. അതിത്ര പെട്ടെന്നാവൂന്ന് വിചാരിച്ചില്ല. അതും ഇവിടെ നിന്ന്. ചെറുക്കം വഴിക്കിടം തേങ്ങ എടുത്ത് ഗണപതിക്ക് അടിച്ചതാണോ എന്തോ. ഹലോ. ആ, ഓക്കെ. ആ 40 ലക്ഷം അങ്ങ് ബാങ്കിലിട്ടേക്ക്, ഞാൻ അയച്ചോളാം. ആളയച്ചോളാം. ആ, ഓക്കെ ഓക്കെ. ആ ആ ഓ എന്നാ ഉണ്ട് വിശേഷം? വിശേഷങ്ങളേ ഉള്ളൂ സാറേ. എന്നതാ? ആ സുഗുസാറിന്റെ വീട്ടിൽ നിന്ന് കാശ് തന്നു. സാധാരണ 10-ാം തീയതിയാ കണക്ക്, അതും 2 തവണയായിട്ട്. ഇതിപ്പോ തീയതി 2 ആയുള്ളൂ. ഓ, അത് കൊള്ളാലോ. ആ, അത് മാത്രമല്ല സാറേ, കുറെ വീക്കിലിയുടെ ഓർഡറും കിട്ടി. അവർക്ക് എന്തോ ഒരു കോൾ ഒത്തിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ലെന്നേ. ഇന്നലെ ആലീസിന്റെ അടുത്ത് വന്നല്ലേ കുറെ രൂപ കടം വാങ്ങിച്ചോണ്ട് പോയത്? അതൊക്കെ കാര്യങ്ങൾ പുറത്തറിയിക്കാതിരിക്കാനുള്ള അടവായിരിക്കും സാറേ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് കോളനിയിൽ വിശേഷങ്ങള്? അല്ല, താനും ഒരു പത്രമാണല്ലോ. ചുമ്മാ സാറേ, എന്നെ ഇങ്ങനെ കളിയാക്കാതെ, ജീവിച്ചു പൊയ്ക്കോട്ടെ. തീരാ ന്യൂസ് എന്നെ പത്രം എടുത്ത. ആ, സ്വർണത്തിന് വില കൂടി. നമ്മുടെ ഭാര്യ മോശക്കാരിയല്ല. ആലീസ് വാങ്ങി വച്ചേക്കണ സ്വർണം എല്ലാം കൂടി ചേർന്ന് നമുക്കൊരു ഗോൾ അടിക്കുമെന്നാണ് തോന്നണത്. ഇതിലൊക്കെ എന്താണാവോ ഇത്ര രസം? അതൊന്നും ചോദിക്കരുതെന്നല്ലേ വല്യേട്ടന്റെ ആജ്ഞ. നിന്റെ വല്യേട്ടൻ ഇത് എന്തു പറ്റിയോ ആവോ? അതിപ്പോ അറിഞ്ഞുകൊണ്ട് വല്യേട്ടൻ അബദ്ധത്തിലൊന്നും ചെന്ന് ചാടില്ലെന്ന് ഏട്ടത്തിക്ക് അറിയില്ലേ? പിള്ളേര് സാധനങ്ങൾ വാങ്ങി തന്നെ പണം ഏതാണ്ട് തീർത്തുന്നാ തോന്നണേ. ഫ്രിഡ്ജിൽ 4 കിലോ ചിക്കനാ കൊണ്ടുവച്ചിരിക്കുന്നേ. ഞാൻ ആ ആലീസിന് കൊടുക്കാൻ 750 രൂപ ചോദിച്ചു, തന്നില്ല. അത് ചോദിച്ചു വാങ്ങണം. നല്ല രുചി. അമ്മേ, അമ്മേ, ഞങ്ങൾ ഇന്ന് നേരത്തെ പോവാമ്മേ. നിമ്മി നിഖിലൊക്കെ പിന്നീടല്ലേ ഇറങ്ങും. ഞങ്ങൾ ഓട്ടോ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ കേബിളിന്റെ ഓഫീസ് വരെ ഒന്ന് പോണം, കണക്ഷൻ എടുക്കാനാ. ആ, കൊള്ളാം. പിന്നെ ഒരു കാര്യം, 7 to 9 ഞാൻ ബുക്ക് ചെയ്തു. സീരിയല് കാണാനാ. ആലോചിക്കട്ടെ. നീയും തുടങ്ങിക്കോ അവരോടൊപ്പം തുള്ളാൻ. എന്തായാലും അവര് കേബിൾ എടുക്കുമെന്ന് ഉറപ്പാ. അപ്പൊ പിന്നെ അമ്മേ, ദാ അച്ഛൻ എപ്പോ ചോദിച്ചാലും ചായ കൊടുത്താ മതി, കട്ടൻ വേണ്ട. ഇത്രേ ഉള്ളോ? കേക്കട്ടെ, വേറെന്തൊക്കെയാ പരിഷ്കാരങ്ങള്? അമ്മ റെഡിയാണെങ്കിൽ അമ്മയെ നമ്മൾ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകും. ശരിയാ, 1 മാസം കൊണ്ട് ഈ അമ്മയെ ഞങ്ങളൊരു മമ്മിയാക്കി എടുക്കും. ഇത്രയും വലിയ ചിരി വേണ്ട. ഹീ ഹി, അത് മതി. മീൻകാരി വന്നു എന്നാ തോന്നണേ. മീൻ വാങ്ങിട്ട് വരാം. വാ അമ്മു. മീൻ വേണം. അമ്മു, ഞാൻ പൈസ എടുത്തിട്ട് വരാം. ആ, കൊണ്ടുവാ കൊണ്ടുവാ. മീൻ വേണം. എന്തൊക്കെ മീനുണ്ട്? നിങ്ങൾക്ക് പറ്റിയ മീനൊന്നും ഇല്ല. അതെന്താ അങ്ങനെ? 1 രൂപയുടെ 10 രൂപയുടെ മീനല്ലേ നിങ്ങൾ വാങ്ങുള്ളൂ. ഇന്ന് ചെറിയ ഐറ്റംസ് ഒന്നും ഇല്ല. ഉള്ളതൊക്കെ എന്താ പറഞ്ഞാട്ടെ. കണവ, കൊഞ്ച്, അയല. അയല നല്ല നോക്കി 5-6 എടുക്ക്. പിന്നെ 2 കിലോ കൊഞ്ചും. ആ, എല്ലാം കൂടെ എത്രയാവും? 250 രൂപ. ആദ്യം കാശെടു. ദാ, ആദ്യം കാശ് പിടി. ഇനി എന്നും ഇതുപോലെ മീൻ വേണം. നല്ല നോക്കിയെട്. ക്രിസ്റ്റി, നിന്നെയും കൊണ്ട് ഒളിച്ചോടാമെന്ന് വെച്ചാൽ ആ സമയം സമാഗതമാകാൻ ഇനി അധികം സമയം വേണ്ട. അതിനു മുമ്പ് ഞാനൊന്ന് സ്വന്തമാക്കിക്കോട്ടെ. അതെന്തുവാ?
നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. പപ്പായുടെ ബാംഗ്ലൂരിലുള്ള മുന്തിരിത്തോപ്പ് എഴുതി മേടിക്കാനല്ലേ ഈ പറഞ്ഞത്? നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഈ കോളനി മൊത്തം പ്രേമാണല്ലോ. കുറെ നേരമായി നിങ്ങൾ വന്നിട്ട്. 2-3 മിനിറ്റ് ആയി. എന്താ ഇവിടെ? നമ്മൾ കേബിൾ കണക്ഷൻ എടുക്കാൻ വന്നതാ. അയ്യോ വരൂ കസ്റ്റമേഴ്സ്, വരൂ വരൂ. മാഡത്തിന്റെ കംപ്ലൈന്റ് ഞാൻ ഉടനെ പരിഹരിക്കാം. ഇത് കംപ്ലൈന്റ് ചെയ്യേണ്ട കേസാ. ശരി, അപ്പൊ ഞാൻ ചേച്ചി പോവാൻ വരട്ടെ. എന്താ? നമ്മുടെ കണക്ഷന്റെ കാര്യം ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് പോവാം. ഏത് കണക്ഷൻ? കേബിൾ കണക്ഷൻ. ഓ അതോ. ഇത് ക്രിസ്റ്റിയുടെ നെവേഴ്സ് അല്ലേ? മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കണേ. ക്രിസ്റ്റി പറഞ്ഞോണ്ട് 50 മതി. അപ്പൊ ആകെ 50 രൂപയുള്ളോ? അയ്യടാ 50 രൂപയെ. കേബിൾ ചാർജ് തന്നെ 400 രൂപയാവും. 700 രൂപ മൊത്തം ആവും. അതിന്റെ 50 എന്ന് പറഞ്ഞാൽ 350 രൂപ. നിങ്ങളെ 350 രൂപ തന്നാ മതി. ക്രിസ്റ്റിക്ക് വേണ്ടി എന്റെ ഒരു പാതി വേണ്ടെന്ന്. ചുമ്മാ ഇരിക്കുന്നേ. പിന്നെ എല്ലാ സ്പോർട്സ് ചാനലും ഉണ്ടല്ലോ. മക്കൾക്ക് ഏത് ചാനലാ കാണേണ്ടത്? എനിക്ക് ക്രിക്കറ്റ്, അച്ഛന് റെസ്ലിംഗ്. അപ്പൊ വീട്ടിൽ വേറെ ആർക്കും കാണണ്ടേ? രാധമ്മയ്ക്ക് പിന്നെ സ്വന്തം ചാനൽ ഉണ്ടല്ലോ, ആനിമൽ പ്ലാനറ്റ്. അപ്പോ 10 days ആയി. ബാക്കി എത്ര രൂപയുണ്ട്? 3000 എന്ന് വെച്ചാൽ പെർ ഡേന് 150 രൂപ വീതം ചെലവാക്കാം. പിന്നെ അച്ഛന് ഡെയിലി പെട്രോൾ അടിക്കാൻ 40 രൂപ. അപ്പൊ പെർ ഡേ 190 രൂപ. അച്ഛന് സിഗരറ്റ്? അത് വേണ്ട, തൽക്കാലം ബീഡി വലിച്ചാ മതി. എന്നാ പിന്നെ ഒരു ടെൻഷനും ഇല്ല. അമ്മു, എന്താ അമ്മേ? ഗ്യാസ് തീർന്നു. വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, 10 മണിക്ക് കൊണ്ടുവരും. അതിനെത്ര രൂപയാ? 300 രൂപ. വെറും ഗ്യാസ് അല്ലേ, അതിന് ഇത്രയും വിലയുണ്ടോ? പിന്നെ 4 തേങ്ങ വാങ്ങണം. അപ്പോ രണ്ടിനും കൂടി ഒരു 325 രൂപ. എന്താ പറഞ്ഞ്? ഒരു തേങ്ങയ്ക്ക് 5 രൂപ വെച്ചോ? 5 രൂപയ്ക്ക് തേങ്ങ കിട്ടില്ല, അടക്ക കിട്ടും. അച്ഛന് നാളികേര വികസന കോർപ്പറേഷനിലല്ലേ ജോലി, അപ്പൊ റിഡക്ഷൻ കിട്ടൂലേ? പിന്നെ അച്ഛനോടെ തേങ്ങ കച്ചവടമല്ലേ പണി. ഒരു തേങ്ങയ്ക്ക് എത്ര രൂപയുണ്ട്? മിനിമം 10 രൂപ. ദാ 350 രൂപ. അമ്മേ, തേങ്ങ ഒരുപാടൊന്നും അരയ്ക്കണ്ട. സാധാ മീൻകറിയൊന്നും പോരല്ലോ നിങ്ങൾക്ക്. ഫിഷ് മോളിയല്ലേ ഇറങ്ങും. അതിന് തേങ്ങ വേണം. 2 തേങ്ങ പിഴിഞ്ഞാലേ 2 ഗ്ലാസ് പാല് കിട്ടും. എന്നാ ഫിഷ് മോളി കട്ട്. മക്കളെ വാ, ദാ കരിമീൻ, ഞണ്ട്, ആവോലി നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ഐറ്റംസ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച അല്ലേ? വേണ്ട, ഇന്നു മുതൽ മീനൊന്നും വേണ്ട. അതെന്തു പറ്റി? ഞങ്ങൾ ശബരിമല പോവാൻ പോവാ. ഈ മാസത്തിൽ എന്ത് ശബരിമല? എല്ലാ മാസവും 1-ാം തീയതി നട തുറക്കും. നമ്മളിനി 10-30 ദിവസത്തേക്ക് വ്രതം. കർത്താവെ, നിങ്ങളെയും വിശ്വസിച്ച് കൊണ്ടുവന്ന മീൻ ഞാൻ ഇനി എന്ത് ചെയ്യാനാ? നിങ്ങൾ കൊണ്ടുവന്ന മീൻ വാങ്ങാൻ വേണ്ടി നമ്മളെന്താ ശബരിമല യാത്ര മാറ്റി വെക്കണം? വേഗം എടുത്തോണ്ട് വെക്കോ. എന്തു പറ്റി? ഇന്നെന്താ മീൻ മുഴുവനും വാങ്ങാത്തെ? ഇന്ന് മീനില്ല, ട്രോളിംഗ് നിരോധന. അതെ. ഹായ് നിമ്മി. ഹായ് നിഖിൽ. എന്താ നിഖിൽ? ഞാൻ ആന്റിയെ കാണാൻ വന്നതാ. അന്നത്തെ 750 രൂപ തന്നേക്കാൻ അമ്മ പറഞ്ഞു. സൂപ്പർ മാർക്കറ്റിൽ വെച്ച് വാങ്ങിയതേ. എന്തെങ്കിലും ഒന്ന് പറ ചേട്ടാ. എത്ര വില കൂടിയ സ്പ്രേ വേണമെങ്കിലും നീ ചോദിച്ചു, ഫോറിൻ ഐറ്റംസ് എന്ത് വേണേലും ചോദിച്ചു. പക്ഷേ കാശായിട്ട് ഉടനെ വേണമെന്ന് പറയരുത്. ഫീസ് കൊടുത്തില്ലെങ്കിൽ എനിക്കിന്ന് കോളേജിൽ പോകാൻ പറ്റില്ല രമണേട്ടാ. അപ്പോ നിനക്കിന്ന് കിട്ടിയേ തീരൂ. എന്നാ നാളെ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് പൊക്കാൻ പറ്റുമോ നോക്കാം. രമണേട്ടന് ATM കാർഡില്ലേ? 2 ഉണ്ട്, പക്ഷെ ബാങ്കിലെ കമ്പ്യൂട്ടർ കംപ്ലൈന്റ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. എല്ലാ ബാങ്കിലും? വേൾഡിലെ എല്ലാ ബാങ്കിന്റെയും കമ്പ്യൂട്ടറിനകത്ത് വൈറസ് കയറിയിരിക്കുക. നാളെ ഞാൻ എങ്ങനെയെങ്കിലും ഫീസിനുള്ള കാശ് ഒപ്പിക്കാം. പക്ഷെ നീ നല്ലോണം പഠിക്കുമല്ലോ. അതെന്താ ചേട്ടാ, ചേട്ടന് സംശയമുണ്ടോ? സംശയമൊന്നുമില്ല. നിനക്ക് നല്ല ജോലി കിട്ടിയാലേ ഭാവിയിൽ നമുക്ക് പച്ചരി വാങ്ങിക്കാൻ പറ്റൂ. ചെല്ല്, പോയി സമയം കളയാതെ നല്ലോണം പഠിക്ക്. ചെല്ല്. ഇവളെ ഞാൻ എങ്ങനെ ചുമക്കുമെന്തോ. പഠിക്കൂല്ല, എന്റെ കാശും പോവും, മാനവും പോവും. എന്തു പറ്റി? നമ്മള് കണക്ഷൻ വേണ്ടെന്ന് വെച്ചാലോ എന്നൊരു ആലോചന. ആയിക്കോട്ടെ, അതിനൊരു കുഴപ്പമില്ല. എന്നാ അടച്ച കാശിൽ നിന്ന് 15 ദിവസത്തെ വാടക എടുത്തിട്ട് ബാക്കി കിട്ടിയാൽ? അത് നടക്കില്ല മോനെ. നമ്മൾ തന്ന കാശല്ലേ. നിങ്ങൾ പറയുമ്പോ കണക്ട് ചെയ്യാനും കട്ട് ചെയ്യാനും ചെലവൊക്കെ ഉണ്ട്. ആകെ 350 രൂപയ്ക്കല്ലേ ഞാൻ കണക്ട് ചെയ്ത് തന്നത്. അപ്പൊ ഒന്നും തിരിച്ചു തരില്ലേ? ഇല്ല, പക്ഷെ ഇന്ന് തന്നെ ഞാൻ ഡിസ്കണക്ട് ചെയ്തോളാം. പക്ഷെ ഒരു 50 രൂപയുടെ ചെലവും കൂടെ വരും.
ഒരു 25 പോരെ ചേട്ടാ. മോള് കാലത്ത് ചേച്ചി കണക്ക് പറയാതെ വിട്ടോ 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 വിട്ടോ. എന്നാ വേണ്ട, നമ്മളാ ക്രിസ്റ്റി ചേച്ചിയുടെ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാം. എന്താ പറഞ്ഞത്? അല്ല, ആ ക്രിസ്റ്റി ചേച്ചിയുടെ അച്ഛനൊന്ന് കണ്ടിട്ട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അയ്യോ, ഇന്ന് തന്നെ ഞാൻ കട്ട് ചെയ്തോളാം. 5 പൈസ തരേം വേണ്ട. അത് പറ്റില്ല, മിനിമം ഒരു 200 രൂപയെങ്കിലും തിരിച്ചു തരണം. തന്നെ തന്നെ. അറിയാത്ത പിള്ള ചൊറിയും പറയും. വിളഞ്ഞ വിത്തുകളാ. ഒരു മെയിൽ ബോക്സിന്റെ അത്രേ ഉള്ളൂ. അപ്പോഴേ തുടങ്ങി ബ്ലാക്ക് മെയിലിങ്. എന്റെ 200 രൂപയും പോയി. മതിയോ? കുറച്ചുകൂടി മാറ്റ്. ഇപ്പോഴോ? ഇപ്പൊ എല്ലാം പോയി. ഇപ്പോഴോ? ആ അങ്ങനെ അങ്ങനെ. ഓക്കേ ആയോ? ആ മതി മതി. രക്ഷപ്പെട്ടു. ഒരു ചാനലെങ്കിൽ ഒരു ചാനൽ മതി, കാശ് ലാഭിക്കാലോ. ഒരു ചാനലേ ഉള്ളോ? യെസ്, കേബിൾ കട്ട്. അതെന്താ? ഒന്നാമത് അമ്മായി വഷളായി തുടങ്ങിയിരിക്കുക. ഇനി കേബിളും കൂടെ ഉണ്ടായ 6 വഷളാവും. വേണ്ടാത്ത പറഞ്ഞാലുണ്ടല്ലോ. ശരിയാ, നമ്മൾ വേണ്ടാത്തത് പറയുന്നതാ കുഴപ്പം. വേണ്ട കാര്യം വേണ്ട പോലെ വേണ്ടപ്പെട്ടവരെ അറിയിക്കാനുള്ള സമയം അതിക്രമിച്ചു. ഫോട്ടോ ഫോട്ടോ. അമ്മോ, അപ്പ അമ്മായി ചെല്ല്. തൽക്കാലം കേബിൾ കട്ട്. ആന്റിനെ കൂടി വരുന്നൊരു ചാനൽ കണ്ടാ മതി. Am I right? Absolutely right. Yeah. ഈശ്വര, ഇനി ആ ഇണക്കുരുവി സീരിയൽ എങ്ങനെ കാണും? ഇന്നലെ രാഗിണി രാജേട്ടന്റെ മുന്നിൽ വെച്ച് ആ സത്യം വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞതാ. എന്താണാവോ അത്? ഏത് രാഗിണി, ഏത് രാജേട്ടൻ? പൊടി. അപ്പൊ അവര് കേബിളും കട്ട് ചെയ്യിച്ചല്ലേ? സമാധാനമായി. എന്തൊരു ബഹളമായിരുന്നു 2 ആഴ്ച. ഞാൻ വിചാരിച്ചു അതിന്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ തല്ലി ഒരു സീൻ ഉണ്ടാക്കുമെന്ന്. സുഖേട്ടൻ അറിയാഞ്ഞിട്ടാ. ഓരോരുത്തർക്ക് ഓരോ ചാനൽ കാണാൻ വാശി. അതിന്റെ പേരിൽ എന്തൊരു ബഹളമായിരുന്നു. എന്റെ തൊലി പൊളിഞ്ഞു പോകും ചില ചാനലുകൾ കണ്ട. റസലിംഗ് അച്ചുവിന് കമ്പോ അല്ലേ? കൊറേ തടിയന്മാരും തടിച്ചുകളും കൂടെ കെട്ടിമറിയുന്നല്ലേ. അവളുമാരുടെ അവന്മാരുടെയും പടം അടിച്ച കാർഡുകള് ഓരോ സ്നാക്സിന്റെ കൂടെ കിട്ടും. അത് കളക്ട് ചെയ്ത് വെച്ച് ചീട്ടുകളി പോലെ ഒരു കളിയുണ്ട്. അതാണ് സഹിക്കാൻ വയ്യാത്തത്. ഞാൻ അതൊക്കെ എടുത്ത് ഒരു ദിവസം കത്തിച്ചു കളയും. അതിനൊന്നും പോകണ്ട. ഓക്കെ, അവരായിട്ട് തന്നെ മാറിക്കൊള്ളും. നീ നോക്കിക്കോ. ആ രാധയുണ്ട് അവരുടെ കൂടെ. അവക്ക് പിന്നെ സീരിയലും ഹിന്ദി സിനിമ പാട്ടും. സീരിയൽ പിന്നെ ഒരു സമാധാനമുണ്ട്. മാന്യമായ വേഷമൊക്കെ തന്നെയാ ഓരോ പെണ്ണുങ്ങൾക്കും. പക്ഷെ കഥയോ കംപ്ലീറ്റ് അവിഹിതം. ഹിന്ദി പാട്ടിന്റെ കാര്യം പറയണ്ട. ഓരോ ഡാൻസുകൾ കാണണം. വൃത്തികേട്. അതൊക്കെ പോട്ടെ, രാധ എവിടെ? അവൾ അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കുക. ഇണക്കുരുവിന്നോ 1.5 കുരുവിന്നൊക്കെ പറഞ്ഞ് സീരിയൽ കാണാൻ പോയിരിക്കുക. ഒന്നുകൂടെ വെക്കട്ടെ. ഓ, ഇത് കാലിയായോ? അച്ചു, മക്കളെ അച്ഛന്റെ സിഗരറ്റിങ് എടുത്തോണ്ടാ. വരുന്നു. ഇതെന്താ, ബീഡിയോ? ഇനി ബീഡി വലിച്ചാ മതി അച്ഛൻ. ഡെയിലി സിഗരറ്റ് വാങ്ങാൻ നിന്നാലേ പൈസ അങ്ങറ്റം വരെ എത്തില്ല. പ്ലീസ് അച്ഛൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്. ഇതാ ഈ മാസത്തേക്കുള്ള ബീഡിയാ. ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിയപ്പോ 4 രൂപ കുറവുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാ ഇങ്ങനെ വാങ്ങിയേ. അയ്യോ, എന്തിനാ സുഖേട്ട ഇത്രയും കഷ്ടപ്പെട്ടത്? ബീഡി ആയതുകൊണ്ടാ. അതിനുള്ള സാങ്ഷനെ മക്കൾ തന്നുള്ളൂ. ഇതെന്നെ കൊണ്ട് പറ്റൂല. എന്നാൽ അതൊന്നും വേണ്ടാന്ന് വെച്ചൂടെ? ബാക്കി എല്ലാ കാര്യത്തിനും സുഖേട്ടൻ എനിക്ക് സമ്മതം. ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത് ഇനി വേണ്ട. കഴിഞ്ഞില്ലേ? അച്ചു, ഇനി 12 ദിവസം വരെ 700 രൂപ എന്ത് ചെയ്യും? നമുക്കൊരു 100 രൂപയെങ്കിലും ബാക്കി പിടിക്കണം. അത്രയെങ്കിലും അച്ഛന് 30-ാം തീയതി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ
നമ്മളെ വെല്ലുവിളിച്ചതാ. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ദേ നാളത്തേക്ക് പച്ചക്കറി ഇല്ലെന്ന് അമ്മ പറയുന്നത്. അങ്ങനെ ഓരോന്ന് വാങ്ങുമ്പോ നമുക്ക് ആ വീക്കിലി ഒന്നും വേണ്ടെന്ന് വെച്ചാലോ? അത് ശരിയാ. പക്ഷെ നിർത്തണമെങ്കിൽ ഇതുവരെയുള്ള കാശ് കൊടുക്കണ്ടേ? കൊടുക്കാം. അപ്പൊ പിന്നെ 550 രൂപയാവും ബാക്കി. സാരമില്ല, നമുക്കിതിരെ കാശ് റോൾ ചെയ്യാനുള്ള വകുപ്പുണ്ട്. റോള് ചെയ്യേ? അതെന്താ? ഇത്തിരി കാശ് സംഘടിപ്പിക്കാൻ വഴിയുണ്ടെന്ന്. അതെന്ത് വഴി? നമ്മള് വാങ്ങിയ കുറെ ചോക്ലേറ്റ്സ് ഇവിടെ ഇരിപ്പില്ലേ? ഉണ്ട്. അതെല്ലാം കൂടി ഒരു ഉദ്ദേശം എത്ര രൂപയ്ക്ക് വരും? ഒരു 100-500 രൂപയ്ക്ക് ഉണ്ടാവും. ഫസ്റ്റ് ഡേ വാങ്ങിയതാ. ഓക്കെ, അത് മതി. അത് വെച്ചൊരു കളിയുണ്ട്. അതെന്ത് കളി? അത് നമുക്കങ്ങ് വിൽക്കാം. അതിന് അവര് തിരിച്ചെടുക്കോ? സൂപ്പർ മാർക്കറ്റുകാര് തിരിച്ചെടുക്കില്ല. നമുക്ക് വല്ല പെട്ടിക്കടയിലും വിൽക്കാം. അത് ഐഡിയ. എന്നെ നമുക്ക് ഇപ്പൊ തന്നെ ഷെൽഫിൽ നിന്ന് സ്കൂൾ ബാഗിലോട്ട് എടുത്തു വെക്കാം. ആന്റി, അച്ചു അമ്മ എവിടെ? അവര് നേരത്തെ പോയി. അമ്പലത്തിൽ കയറണോന്ന് പറഞ്ഞ് നടന്നാ പോയെ. എന്നാ ഞങ്ങള് പോട്ടെ. എന്ത് വേണം? കുറെ ചോക്ലേറ്റ്സ് വിൽക്കാനുണ്ടായിരുന്നു. എവിടെ നോക്കട്ടെ. ഇതെവിടെ നിന്ന് ഒപ്പിച്ചു? എവിടെന്നെങ്കിലും അടിച്ചു മാറ്റിയതാണോ? നമ്മുടെ കുറെ റിലേറ്റീവ്സ് കൊണ്ടുവന്നതാ. നമുക്കിത് കഴിക്കാൻ പറ്റില്ല, ഷുഗറാ. ഈ പ്രായത്തിലോ? ആ, എല്ലാം കൂടി എന്ത് വേണം? അങ്കിള് പറഞ്ഞാ മതി. ഒരു 150 രൂപ. അയ്യോ, ഇത് 100 രൂപയ്ക്കുള്ളതാ. അതെനിക്കറിയാം. ഞാനൊരു 150 രൂപ തരും. അങ്ങനെയാണെങ്കിൽ മാത്രം മതി. ഓ, 150 എങ്കിൽ 150. വേഗം താ, സ്കൂളിൽ പോവാനുള്ളതാ. പെട്ടെന്ന് പെട്ടെന്ന്. ശരി, പോ. പൈസ സൂക്ഷിച്ചു വെക്കണേ. ആ, ഞാൻ പോക്കറ്റ് വെച്ചു. ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. അമ്പലത്തിൽ പോകാൻ നേരത്തെ ഇറങ്ങിയതാ, പറയാൻ വിട്ടുപോയി. ആ, കേറ് കേറ്. കൃഷ്ണ, ശോഭേ, മക്കൾ എന്തെടുക്കുന്നു? ഒന്നും പറയണ്ട. ഇപ്പൊ സദാസമയം മുറിയടച്ചിരിപ്പ. എപ്പോഴും കണക്കുകൂട്ടലും കിഴിക്കലും. പഠിക്കുന്നൊന്നും കാണുന്നേ ഇല്ല. പുസ്തകം പഠിക്കുന്നതൊക്കെ പിന്നെ. ഇപ്പൊ അവർ പഠിക്കുന്നതാണ് ശരിയായ ജീവിത പാഠം. ആദ്യം അത് കഴിയട്ടെ. മതി സുഖേട്ട ഇതൊക്കെ. ഇപ്പൊ അവരെ ഏതാണ്ട് ശരിയായി. ഇനി നമുക്കിതൊക്കെ അവസാനിപ്പിക്കാം. ഒന്നും പാതി വഴിക്ക് നിർത്താൻ പാടില്ല. അല്പജ്ഞാനം അമിതാപത്തിന് ക്ഷണിച്ചു വരുത്തും. ദേ, അവർ കൊടുത്ത സമയം മുഴുവൻ തീരട്ടെ. അപ്പോഴേക്കുമേ എല്ലാം കലങ്ങി തെളിയൂ. എന്നാലും കഷ്ടം തോന്നുന്നു എനിക്ക് അവരോട്. ഇപ്പോ നേരെ വണ്ണം ഭക്ഷണം പോലും കഴിക്കുന്നില്ല. ഒരു ദിവസം പോലും മീന് വാങ്ങുന്നില്ല. ഇന്നലെ അച്ചു പറയാ, അമ്മേ നമുക്കിനി എന്നും ഗോതമ്പ് പുട്ട് മതിയെന്ന്. അതാകുമ്പോ ഗ്യാസും കുറച്ചു മതി. വേറെ കറിയും വേണ്ട. വല്ല പഴവോ പഞ്ചസാരയോ കൂട്ടി കഴിക്കാന്ന്. അങ്ങനെ ശരിയായി വരട്ടെ. ഇനി എന്ത് ശരിയാവാനാ? ഓംലെറ്റ് ഇല്ലാതെ ബ്രെഡ് മാത്രമായി കൈകൊണ്ട് തൊടില്ലായിരുന്നു അവർ. ഇപ്പൊ സ്കൂളിൽ കൊണ്ടുപോകുന്നത് വെറും 2 കഷ്ണം ബ്രെഡ് മാത്ര. ഞാനൊരു 5-6 കഷ്ണം ബ്രെഡ് വെച്ച ദിവസം അവർ പോയി കഴിഞ്ഞപ്പോ ഞാൻ കണ്ടു. 2 എണ്ണം വീതം എടുത്തിട്ട് ബാക്കി തിരിച്ചു വെച്ചിരിക്കുന്നു. സന്ധ്യ സമയത്ത് നീ ഇങ്ങനെ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. ഏതായാലും ഇനി അവരോട് ഇത്തിരി അയവ് കാണിക്കണം. വേണ്ട, ഇനി 5-6 ദിവസമല്ലേ ഉള്ളൂ. അതുവരെ ഇങ്ങനെ തന്നെ പോട്ടെ.
ഉറങ്ങിയില്ലേ? അതന്നെയാ നമുക്കും ചോദിക്കാനുള്ള. അമ്മായി ഉറങ്ങിയില്ലേ? എനിക്ക് കുറെ വായിക്കാനുണ്ടായിരുന്നു. എന്താണ് ഉറക്കൊഴിഞ്ഞൊരു വായന? നോക്കട്ടെ. ഓ, പൈങ്കിളി അഴിച്ചലക്ക് കുടിക്കല്ലേ? കൊള്ളാം, അതും ഈ പാതിരായ്ക്ക്. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വായിക്കും. അതിന് നിങ്ങൾക്കെന്താ? നമ്മൾ അറിയാതെ ഇവിടെ ഒന്നും നടക്കാൻ പാടില്ല. ഇപ്പൊ അറിഞ്ഞില്ലേ? ഞാൻ വീക്കിലി വായിക്കുക. മക്കൾ അങ്ങനെ അങ്ങ് പോവാനല്ല ഞങ്ങളിപ്പോ വന്നേ. പിന്നെ ഈ കറണ്ടിനൊക്കെ ഇപ്പൊ ഭയങ്കര ചെലവാ. 10 മണി വരെ വായിച്ചാ മതി. വീക്കിലി വായിക്കണമെങ്കിലേ പകല് നേരം കണ്ടെത്തണം. ഓ, അതാണിപ്പോ കാര്യം. അതെ, അതില് കാര്യമില്ലേ? അല്ലെങ്കിൽ രാധമായൊരു കാര്യം ചെയ്, മെഴുകുതിരി കത്തിച്ചു വെച്ച് വായിച്ചാ മതി. അമ്മായിയുടെ പറയാൻ നടക്കുന്ന അയാള് മേടിച്ചു തരും മെഴുകുതിരി. ഓ, അയാളെയും കൂടെ നിങ്ങൾ പിഴിയാൻ തുടങ്ങിയില്ലേ? അല്ലാതെ വേറെ വഴിയില്ലാഞ്ഞിട്ടാ. അമ്മായി ഒരു കാര്യം ചെയ്, ഇപ്പൊ നേരത്തെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങും. എന്റെ രാവിലെ കക്ഷിയൊന്ന് കാണണം. അതെന്തിനാ? ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം നാളെ ഉച്ചയ്ക്ക് മുമ്പ് ഇങ്ങ് എത്തിക്കാൻ പറയണം. അമ്മായി ലിസ്റ്റ് വാങ്ങുന്നോ അത് ഫോട്ടോ ഞങ്ങൾ അച്ഛനെ കാണിക്കണോ? അതിങ്ങത്താ. ലിസ്റ്റ് പിടിച്ചാ മതി. ഓ, ഇത് കുറെ ഉണ്ടല്ലോ. ക്യാബേജ്, സവാള, ചെറിയ ഉള്ളി, ഉരുളക്കിഴങ്ങ്, കായ, കറിവേപ്പില 1 കിലോയാ. എന്താടി, നിന്റെ വീട്ടിൽ പശു ആടാൻ മറ്റുണ്ടോ? കൊള്ളാം. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കാമുകനോട് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ പറയുന്നത്. വാഷിംഗ് സോപ്പും മലക്കറി. അതെ, നീ എന്ത് ചോദിച്ചാലും ഞാൻ വാങ്ങിച്ചു തരും. നീ ആവശ്യപ്പെടുന്നതിൻ്റെ ഇരട്ടി. എന്നാ രാധ വിട്ടോ, ഒരു ലോഡ് സാധനവുമായിട്ട് ഞാൻ ഗേറ്റിൻ്റെ പുറത്തുണ്ടാവും. ഒക്കെ ആ പിള്ളേരെന്നെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാ. അതൊരു തരത്തിൽ നന്നായി. ആ പിള്ളേർ എനിക്കിട്ട് പാര വെച്ചാണെങ്കിലും ഈ പാരയ്ക്ക് അതിൻ്റെതായൊരു സുഖമുണ്ട്. എന്നാ ഞാൻ പോട്ടെ. എന്നാ രാധ പൊക്കോ. ലിസ്റ്റ് ഓക്കെ, പക്ഷേ പൈസയ്ക്ക് ഞാനിപ്പോൾ എന്തു ചെയ്യും? മോതിരം കിടക്കല്ലേ, സ്ത്രീധനായിട്ട് പിന്നീട് തിരിച്ച് വാങ്ങിക്കാം. അതെ, ഇനി മുതൽ പത്രം വേണ്ട. ചേടാ, ഇത് കൊള്ളാം. ഈ മാസം ഇട്ടേ പറ്റൂ. ഞാൻ ഓർഡർ എടുത്തിട്ടുള്ളതാ. ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ? എന്തോന്ന് കട്ട് ചെയ്യാൻ? ഓർഡർ. നോക്കട്ടെ. ഇതുവരെ ഉള്ളതിന്റെ കാശ് 1-ാം തീയതി തരാം. കഴിഞ്ഞ ആഴ്ച വീക്കുകളെല്ലാം നിർത്തി, ഇപ്പൊ പത്രവും. എന്ത് പറ്റി? ഈ മാസത്തെ അംഗം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഉള്ളതും കൂടെ ഇല്ലാതാവും. ടിവിയിലിരുന്ന് ഓരോ ജ്യോത്സ്യന്മാര് പറയും അപ്രതീക്ഷിത ധനാഗമം, പുതിയ തൊഴിൽ മേഖലകൾ. ഒലക്കട മൂട്. ആ TV എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കണം. പക്ഷെ എന്ത് ചെയ്യാൻ, ഭാര്യ എന്നെ എടുത്തിട്ട് ചളക്കും. അനിയാ 2 രൂപയ്ക്ക് കറിവേപ്പില തരൂ. കൊടുക്കാനല്ലേ അപ്പൊ? ഇതാരാതെ എന്റെ പ്രേമത്തിന് അതിരുകളിൽ നിന്നിപ്പോ മനസ്സിലായല്ലോ. ഞാൻ കേറട്ടെ? ബൈക്കിൽ കയറാൻ ഇവിടെ വെച്ചോ? അല്ല, വീട്ടിലേക്ക്. ആരെങ്കിലും കാണും. ഇപ്പൊ വീട്ടിലോട്ട് കയറിക്കോ. പക്ഷെ കല്യാണ മണ്ഡപത്തിൽ കയറാൻ ഇനി അധികം സമയമില്ല. എന്തിനാണ് ഇത്രയും മലക്കറി? നിന്റെ അച്ഛൻ്റെ അടിയം നിർത്തണ? ദേ മനുഷ്യ, ഒരുമാതിരി സംസ്കാരം ഇല്ലാതെ സംസാരിക്കരുത്. എന്റെ അച്ഛനായിട്ട് വരും അല്ലേ അച്ഛാ? അയ്യോ, വീട്ടിൽ അത്യാവശ്യത്തിന് ഇത്തിരി ഉപ്പോ മുളകോ വാങ്ങിക്കാൻ പറഞ്ഞ് നിന്നെ കുറച്ചില്ല. കണ്ടവക്കൊക്കെ മലക്കറി വാങ്ങിച്ചോണ്ട് നടക്കുന്നല്ലടാ. നീ വണ്ടി ഉരുട്ടിക്കൊണ്ട് വന്നാ അച്ഛാ. എന്റെ താക്കോല്. അച്ചു, അമ്മു, മക്കളെ. പെട്രോൾ അടിക്കാൻ പൈസ വേണം. എന്താ മറന്നോ? മറന്നതല്ല. ഓ, അത് ശരി. ഒക്കെ തീർന്നോ? ഇല്ല, പക്ഷെ ഇനിയും ചിലത് വീട്ടിലേക്ക് വാങ്ങാനുണ്ട്. അതുകൊണ്ടാ. അച്ഛനെന്ന് ബസ്സിൽ പോയാ മതി. ഇതാ 10 രൂപയെ. മമ്മി വേഗം വല്ലോ, എന്താ വിശക്കുന്നു. മമ്മി വേഗം.
എന്തു പറ്റി? കൊണ്ടുപോയതൊന്നും കഴിച്ചില്ലേ? അച്ഛമ്മ ഒന്നും കൊണ്ടുവന്നില്ല, നമ്മളെ അവർക്കെല്ലാം കൊടുത്തേ. കൊച്ചനെ, വേഗം കുട്ടികൾക്ക് ഭക്ഷണം എടുത്തു വെക്ക. ഭയങ്കര ആർത്തിയായിരുന്നു അവർക്ക്, ഒറ്റയടിക്ക് എല്ലാം അകത്താക്കി. അവിടെ ശോഭയൊക്കെ ഉണ്ടായിരുന്നല്ലോ, മമ്മി എന്തു പറ്റി? ഇപ്പൊ അച്ഛമ്മ ആ വീട്ടിലെ ചെലവ് മുഴുവൻ നടത്തുന്നത്. അവരുടെ അച്ഛൻ ശമ്പളം വാങ്ങി മുഴുവൻ അവരെ ഏൽപ്പിച്ചു. ഓ, അത് ശരി. അപ്പൊ അതാണ് കാര്യം. കുട്ടികൾ 2 ആഴ്ച കൊണ്ട് എല്ലാം അടിച്ചു പൊളിച്ച് തീർത്തിരിക്കും. എന്നാലും ആ ശോഭയ്ക്കും സുഖസാറിനും ഇത് എന്തിന്റെ അസുഖ? പിള്ളേരെ കൊണ്ടിങ്ങനെ. വാ മക്കളെ, എന്തെങ്കിലും കഴിക്കാം. സത്യം പറ, നിങ്ങൾ അടച്ചോ ഇല്ലയോ? കറണ്ട് ബില്ല് അടച്ചോന്നാ ചോദിച്ചേ? ഇല്ല, ഞങ്ങള് വിട്ടുപോയി. ഓ, അപ്പൊ അത് സത്യം തന്നെയായിരുന്നു. ഈശ്വര, ഇനിയിപ്പൊ എന്ത് ചെയ്യും? അടുത്ത മാസത്തെയും കൂടെ ഒരുമിച്ച് അടച്ചാ പോരെ അമ്മേ? അതൊക്കെ പണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് 2-3 ദിവസത്തിനകം കട്ട് ചെയ്യും. ഇന്ന് ആള് വന്നിരുന്നു. ഞാൻ കയ്യും കാലും പിടിച്ചാ പറഞ്ഞയച്ച്. നാളെ രാവിലെ കൊണ്ട് അടച്ചില്ലെങ്കി അതിനമ്മേ കയ്യിൽ കാശില്ലേ? വേണ്ട, ഇരുട്ടത്ത് കിടന്ന് ഉറങ്ങിയാ മതി. ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങക്ക് അച്ഛൻ എന്ത് കഷ്ടപ്പെട്ടാ 2 അറ്റവും കൂട്ടിമുട്ടിക്കുന്നെന്ന്. ഒരു ലിറ്റർ പെട്രോളിന് 41 രൂപ 50 പൈസ. അപ്പോൾ 10 ലിറ്ററിന് 415 രൂപ. അയ്യോ, പെട്രോൾ അടിക്കണ്ട. മോതിരമുള്ളാക്കി വിറ്റാൽ പോലും കാര്യം നടക്കില്ല. പിന്നെ ഇപ്പം എന്ത് ചെയ്യും? ബാറ്ററി വെച്ച സൈക്കിളും എല്ലാം ഉണ്ടോ ഈ നാട്ടിൽ? അതുമില്ല. ഓട്ട് പുല്ല് എന്തെങ്കിലും ചെയ്യാം. ഇല്ല, ആരെയും കിട്ടണമില്ലല്ലോ രാവിലെ. തേടിയ വള്ളി കാലിലും കഴുത്തിലും ചുറ്റി. സാറേ, അവിടെ നിൽക്കുക. സാർ എങ്ങോട്ട് പോണം? ഞാൻ ബാങ്ക് വരെ ഒന്ന് പോകുന്നു. എന്തിന്? ഒരു അത്യാവശ്യ കാര്യത്തിനാണ്. ശശിയെ കണ്ട സ്ഥിതിക്ക് ബാങ്കിൽ പോകേണ്ട കാര്യമില്ല. പണത്തിനായിരിക്കും. അയ്യോ, മക്കളെ പറഞ്ഞു വെച്ചാൽ മതിയായിരുന്നല്ലോ. വന്ന് ചോദിച്ചാൽ ഉടനെ കൊടുത്ത് അയക്കുമായിരുന്നില്ലേ ആവശ്യമുള്ള ക്യാഷ്. ശശി, ഒന്നും വിചാരിക്കരുത്. എനിക്കൊരു 750 രൂപ തന്നേ പറ്റൂ. കറണ്ട് ബില്ല് അടയ്ക്കാനാ. അത് നടക്കില്ല സാറേ. വെറുതെ വേണ്ട. ദാ, എൻ്റെ മോളുടെ മാല പണയമായിട്ട് തരാം. ആ സിസ്റ്റം എനിക്കില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ സാറിന് 5 പൈസ തരുന്ന പരിപാടിയില്ല. എന്നാ പിന്നെ ഞാൻ ബാങ്കിലേക്ക് പോവാം. പാണ്ഡവന്റെ കാലത്തെ മാലയാണല്ലോ സാറേ. വച്ച 500 പോലും കിട്ടൂല. അങ്ങനെ പറയരുത്. എനിക്ക് ഞാൻ പറഞ്ഞ കാശ് തരണം. ഒന്ന് സഹായിക്ക് ശശി. ഒരു കാര്യം ചെയ്യാം, ഒരു 1000 രൂപ തരാം. പക്ഷേ എനിക്ക് തരാനുള്ള 500 രൂപയും അതിൻ്റെ പലിശയും എല്ലാം കഴിഞ്ഞിട്ടുള്ള കാശേ ഞാൻ തരും. അയ്യോ, അങ്ങനെ പറയരുത്. എനിക്ക് കറണ്ട് ബില്ല് അടയ്ക്കാനുള്ളതാ. വേണമെങ്കിൽ ഞാനൊരു 350 രൂപ തരാം. എന്നാ വേണ്ട, ആ മാലങ്ങിതാ. ഇനി ഞാൻ ഈ മാല തിരിച്ചു തരുമെന്ന് സാറ് വിശ്വസിക്കുന്നുണ്ടോ? വേണമെങ്കിൽ സാറ് കൊണ്ടുപോയി കേസ് കൊടു. സാറേ, എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ട് ഈ ഫൈൻ കുളം ശശി മാല തിരിച്ചു തരുന്ന പ്രശ്നമുള്ളൂ. പിടിച്ചോ, 350 രൂപ. ശശി, നീ എന്റെ ഈ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. പിള്ളേരെ കാണിച്ച് എന്നെ കളിപ്പിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്നെങ്കിലും സാർ എന്റെ വലയിൽ വന്ന് വീഴുമെന്ന്. കൂടെ പിടിക്കാനുള്ളതാ. പോട്ടെ ശശി, നാളെ കറണ്ട് കട്ട് ചെയ്യും ശശി. മണ്ണെണ്ണ കത്തിച്ചാൽ മതി സാറേ. അയ്യോ, കറണ്ട് കട്ടിയില്ലേ? കറണ്ട് കട്ടിയില്ലേ? അയ്യോ, കറണ്ട് കട്ടിയില്ലേ? അയ്യോ, മോനെ. അയ്യോ, സുഖേട്ടാ. മോനെ എന്ത് പറ്റിയടാ? സുഖേട്ടാ, മോനെ.
മോനെ അച്ചു സുഖേട്ടാ ഓടി വാ അച്ചു മോനെ എന്ത് പറ്റിയടാ എഴുന്നേറ്റ് മോനെ മോനെ ദാ അച്ചു അച്ഛനെ വിളിക്കാൻ സുഖേട്ടാ മോനെ പേടിയാണ് മോനെ സുഖേട്ടാ സുഖേട്ടാ മോനെ എന്താ ശോഭ എന്തോ നോക്ക് സുഖേട്ടാ കിടകിട വിറയ്ക്കുന്നു ഭയങ്കര പനിയുണ്ട് ശരിയാ വേഗം വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം സുഖേട്ടൻ മാത്യു സാറിന്റെ വീട്ടിൽ ചെന്ന് നോക്ക് പെട്ടെന്ന് കാർ എടുക്കാൻ പറഞ്ഞ മാത്യു സാറും കുടുംബം സിനിമയ്ക്ക് പോയിരിക്കാം അവിടെ ആരുമില്ല ഈശ്വര ഇനിയിപ്പോ എന്താ ചെയ്യാ ഒരു കാര്യം ചെയ്യാം നമുക്ക് സ്കൂട്ടറിൽ കൊണ്ടുപോകാം നീ അവനെയും കൊണ്ട് ഇറങ്ങും ഞാൻ അപ്പോഴത്തേക്ക് ഡ്രസ്സ് മാറി വരാം മോനെ പതുക്കെ എന്തു പറ്റി സുഖേട്ടാ എന്താ പറ്റിയേ പെട്രോൾ തീർന്നെന്നാ തോന്നണേ ആശ ഈ കാറിൽ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഇനി എന്ത് ചെയ്യും ജനക്കേടായി ഇത് പെട്രോൾ തീർന്നത് തന്നെ ഒരു ഓട്ടോ കിട്ടുമെന്ന് നോക്കാം പനി വളരെ കൂടുതലാണ്. ഇഞ്ചക്ഷൻ എടുത്ത പെട്ടെന്ന് കുറയും. എന്നാലും ഇന്ന് ഇവിടെ കിടക്കട്ടെ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് കുഴപ്പമൊന്നുമില്ല. സ്റ്റെല്ല ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. മക്കളെ മോനെ എന്താ ഇത്? കരയാതെ കരയാതെ. നേരം വെളുത്ത് ശോഭേ, നീ വീട്ടിലേക്ക് പൊയ്ക്കോ. അവിടെ രാധയുണ്ടല്ലോ. സുഖേട്ടൻ ഇപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി. മാത്യു സാറിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ട് രാധയോട് അമ്മൂനോട് ഇങ്ങോട്ട് വരാൻ പറയ്. ആ പിന്നെ സ്കൂട്ടർ വഴിയിലിരിക്കുകയല്ലേ, ചേട്ടൻ ഇപ്പൊ തന്നെ ചെന്ന് വണ്ടി എടുക്ക്. ശരി. ആ ഡോക്ടർ വന്നല്ലോ. സാരമില്ല, കുറച്ചുകൂടി ഇറങ്ങിക്കോട്ടെ. അതിനുശേഷം ഒന്നുകൂടി നോക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്യാം. പഠിക്കുന്ന കാര്യത്തിൽ എങ്ങനെയാ മോൻ? മിടുക്കനാ. എന്താ ഡോക്ടർ? ഓവർ സ്ട്രെയിൻ എടുക്കാറുണ്ടോ? അല്ല, അത് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു കുട്ടിക്ക്. എന്തായാലും ഇനി ഒരുപാട് ടെൻഷൻ അടിപ്പിക്കോ സ്ട്രെയിൻ ചെയ്യിക്കോ ഒന്നും വേണ്ട. ശരി ഡോക്ടർ. എന്താ ഡോക്ടർ പറഞ്ഞേ? എന്തോ ടെൻഷൻ കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന്. സുഖേട്ടൻ ചെല്ല്, എന്തായാലും ഫോൺ ചെയ്തിട്ട് വരൂ. ആ വരുമ്പോ കൊണ്ടുവന്നാ മതി. ആ ആ അച്ഛൻ എങ്ങനെയുണ്ട്? സാരമില്ല. മാഷ്ടത്തെ ഇത് ആരാ പറഞ്ഞേ? ഞാൻ രാവിലെ വീട്ടിൽ ചെന്നിരുന്നു. വേറൊരു കാര്യത്തിനാ ചെന്നത്. അപ്പൊ സാറിന്റെ പെങ്ങൾ പറഞ്ഞു. എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ മാഷേ? അല്ല, അച്ചു അമ്മുവും ഈയിടെയായി പഠിത്തത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു സംശയം. പല മാഷുമാരും എന്നോട് പറഞ്ഞു. ക്ലാസ് ടെസ്റ്റിലൊക്കെ രണ്ടാളും പിന്നിലാത്രേ. എന്താ സാറേ പ്രശ്നം? അല്ല, വീട്ടിൽ വല്ലതും? അല്ലെങ്കിൽ തന്നെ മാഷിടത്ത് എന്തിനാ മറച്ചു വയ്ക്കുന്നത്? കഴിഞ്ഞ ഒരു മാസം വീട്ടുകാര്യങ്ങൾ നോക്കുന്ന ചുമതല ഞാൻ അവരെ ഏൽപ്പിച്ചിരുന്നു. അതെ, അവരെ നമ്മുടെ പരിമിതികൾ അറിഞ്ഞു വളർത്താൻ അതേ കണ്ടുള്ള ഒരു വഴി. ഓ, അത് ശരി. ഇപ്പോൾ എനിക്കതൊരു തെറ്റായി പോയോ എന്നൊരു സംശയം. ഒരു തെറ്റുമില്ല. സാറ് ചെയ്തത് നല്ലൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഓരോ കുടുംബങ്ങളെന്നല്ല, നമ്മുടെ നാട് പോലും സ്വന്തം നില മറന്നാ ജീവിക്കണത്. അതുകൊണ്ട് നമ്മുടെ പരിമിതികളും ഇല്ലായ്മകളൊക്കെ അറിഞ്ഞു വളർന്നാലേ വ്യക്തി നാടുമൊക്കെ നന്നാവും. ചെറിയൊരു അസുഖം വന്നതിൽ വിഷമിക്കണ്ട. പക്ഷേ ഇപ്പം മക്കൾക്ക് എല്ലാ കാര്യവും മനസ്സിലായി കാണുമല്ലോ. അതാണ് വലിയ കാര്യം. നന്നായി സാർ. മാഷ് വരൂ, നമുക്ക് അച്ഛനെ കാണാം. അതെ, എൻ്റെ ഒരു ബന്ധു ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് കണ്ടിട്ട്. ശരി മാഷേ. ആ
ആരൊക്കെ വന്നിരിക്കുന്നതെന്ന് കണ്ടോ? മിസ്റ്റർ സുകുമാരൻ, എനിക്കിപ്പോഴാ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഒന്നിങ്ങി വന്നു. ഒരച്ഛനും ഇന്നുവരെ ചെയ്യാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്. കുറേ ദിവസത്തേക്കെങ്കിലും മക്കളെ കുടുംബഭാരം ഏൽപ്പിക്കുക. അതിനേക്കാൾ വേറെ വഴിയില്ല അവരെ നേരായ വഴിക്ക് നയിക്കാൻ. ഞാനിത് പറയുന്നതിൽ സാറിന് അത്ഭുതം തോന്നുന്നു അല്ലേ? സത്യത്തിൽ എൻ്റെ മക്കളാ നിങ്ങളെ മക്കളെ വഴിതെറ്റിക്കാൻ പ്രേരണയായത്. അതിൽ എൻ്റെ ഭാര്യയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മിസ്റ്റർ സുകുമാരൻ, നിങ്ങളെക്കാൾ കഷ്ടപ്പെട്ടാണ് ഞാൻ വളർന്നത്. ഒരു നല്ല നിലയിലായപ്പോൾ വലിയ കുടുംബത്തിൽ നിന്ന് കല്യാണവും കഴിച്ചു. ആലീസ് സത്യത്തിൽ പാവമാ. പക്ഷേ അവൾ വളർന്നു വന്ന ചുറ്റുപാടുകൾ, പഠിച്ച ശീലങ്ങൾ, അത് മെല്ലെ മെല്ലെ എൻ്റെ കുടുംബത്തിൻ്റെതുമായി. അതിന് ഞാനും കൂടെ കുറ്റക്കാരനാണ്. ബിസിനസിൻ്റെ മായാവലയത്തിൽ മുങ്ങിത്താഴ്ന്നപ്പോൾ ഞാനും മറന്നു വന്ന വഴി. ഇപ്പോൾ എനിക്കും പേടി തോന്നുന്നു. എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന ഒരു ചില്ലുകൊട്ടാരമാണ് കച്ചവടം. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ എൻ്റെ മക്കൾ എൻ്റെ മക്കളായി തന്നെ വളരേണ്ടതല്ലേ? അവർക്കതിനാവില്ല ഈ രീതിയിൽ വളർന്നാൽ. നിങ്ങളുടെ മക്കൾ 8,000 രൂപ കൊണ്ട് 20 ദിവസമെങ്കിലും തള്ളി നീക്കി. എൻ്റെ മക്കൾക്ക് 1,00,000 രൂപ കൊടുത്താൽ 10 ദിവസത്തേക്ക് പോലും തികയില്ല. എനിക്കത് മനസ്സിലായി. അല്ല, നിങ്ങളത് മനസ്സിലാക്കി തന്നു. സന്തോഷം. എനിക്കും സന്തോഷമായി. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ചെയ്തത് മറ്റൊരാൾക്കും കൂടി ഒരു പാഠമായല്ലോ. ഈ കണ്ണിയിൽ ഓരോ രക്ഷിതാക്കളും ചേരുമ്പോൾ മാത്രമേ നമ്മൾ വെറും മുദ്രാവാക്യങ്ങളായി മാറ്റിയ വാക്കുകൾക്ക് അർത്ഥമുണ്ടാകൂ. ഇപ്പോൾ നമ്മൾ വെറുതെ അടിക്കുകയല്ലേ സ്വാശ്രയത്വം, സ്വദേശി, ആഗോളവൽക്കരണത്തിനെതിരായ പോരാട്ടം എന്നൊക്കെ. അയ്യോ വേണ്ട, ഞാൻ സാരമില്ല. വിലമതിക്കാനാവാത്ത ഒരു പാഠമാണ് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചത്. അല്ല, ബില്ല് ഞാൻ അടച്ചോളാം. ബില്ല് ഞാൻ അടച്ചോളാം സാർ. ഇതൊരു ദക്ഷിണയായി കരുതിയാൽ മതി. എന്നാലും വേണ്ട, നിങ്ങൾ അകത്തേക്ക് ഇല്ലു. ഞാൻ ബില്ലടച്ചിട്ട് ഉടനെ വരാം. ചേച്ചി എങ്ങനെ അറിഞ്ഞു? അച്ഛാ പറഞ്ഞറിഞ്ഞത്. അച്ഛാ, സോറി, നിങ്ങളെ അച്ഛൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു അല്ലേ? അച്ഛനെയാ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചത് ഇത്രയും കാലം. ഇപ്പൊ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. സാരമില്ലടാ. അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ വളർത്തുന്നതെന്ന് ഇപ്പൊ ഞങ്ങൾക്കറിയാം. എത്ര കാശ കിട്ടുന്നതെന്നും അറിയാം. എന്നിട്ടും അച്ഛൻ എല്ലാം നടത്തുന്നില്ലേ? പിന്നെ വല്ലപ്പോഴും ഒക്കെ സിനിമയ്ക്ക് കൊണ്ടുവന്നു, പാർക്കിൽ കൊണ്ടുവന്നു. പിന്നെ ഇനി ഒന്നും പറയണ്ട. നമ്മുടെ നാട്ടിൽ പറച്ചിലേ ഉള്ളൂ, പ്രവൃത്തിയിലൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രവൃത്തിയിലും കാണിക്കണം. അത് മാത്രം മതി അച്ഛൻ. ഓക്കെ ആണല്ലോ? ഡബിൾ ഓക്കെ. എന്നാ വേഗം വിട്ടോ. ഇനി മുതൽ നമുക്ക് വണ്ടി വേണ്ട. നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലത്. You are right.